നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് എന്ന് അർത്ഥം. ഇന്ദ്രിയങ്ങളാകട്ടെ മനസ്സുകൊണ്ടും, മനസ്സ് ജീവാത്മാവിനാലും, ജീവാത്മാവ് ജഗദീശ്വരനാലും നിയന്ത്രിക്കപ്പെടുന്നതിനാൽ ഭഗവാൻ വിഷ്ണു കാരണം ആകുന്നു. 379 കാരണം 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 എന്ന വാക്കിന് സംസ്കൃതത്തിൽ അർത്ഥം കാരണം ഹേതു നിമിത്തം, കാരണം ഹേതു നിമിത്തം പ്രയോജനമിത്യനർത്ഥാന്തരം, പ്രയോജനമിത്യനർത്ഥാന്തരം, പ്രയോജനമിത്യനർത്ഥാന്തരം. കാരണം എന്നാൽ ഹേതു നിമിത്തം പ്രയോജനം, ഹേതു നിമിത്തം പ്രയോജനം എന്നൊക്കെ അർത്ഥം. കാര്യത്തിന് മുൻപുള്ളതാണ് കാരണം. ന്യായലക്ഷണാനുസാരം കാര്യരൂപത്തിലുള്ള ജഗത്തിന് ന്യായലക്ഷണാനുസാരം കാര്യരൂപത്തിലുള്ള ജഗത്തിന് മുൻപുള്ള ഭഗവാൻ വിഷ്ണുവാകുന്നു. കാരണം ഈ കാണുന്ന പ്രപഞ്ചത്തിന് നമുക്ക് കാര്യം എന്ന് വിളിക്കാം. കാരണം അത് കാരണത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. കാരണം ജഗദീശ്വരനാണ്. ജഗദീശ്വരൻ കാരണമാണ്, വിഷ്ണു കാരണമാണ്. കാരണം ഈ പ്രപഞ്ചം കാര്യം. ഇനി 380 കർത്ത. സംസ്കൃതത്തിൽ അറിഞ്ഞിരിക്കൂ. കരോതീതി കർത്ത, കരോതീതി കർത്ത. സ്വാതന്ത്ര്യത്തോടെ ക്രിയകൾ ചെയ്യുന്നവൻ കർത്താവാണ്. സ്വാതന്ത്ര്യത്തോടെ ക്രിയകൾ ചെയ്യുന്നവൻ കർത്താവാണ്. അങ്ങനെ ക്രിയകൾ ചെയ്യുന്നവനാകയാൽ വിഷ്ണു കർത്താവാകുന്നു. ഒവ്വൊരു വളരെ കറക്റ്റ് സമയത്ത് ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ മാതിരിയല്ല. 381 വികർത്ത. വികർത്ത വികർത്ത വിശിഷ്ടമായ കർമ്മം ചെയ്യുന്നവൻ വികർത്ത.
വിശിഷ്ടകർത്ത വികർത്ത സംസ്കൃതം അർത്ഥം. വിശിഷ്ടകർത്ത വികർത്ത, വിശിഷ്ടകർത്ത വികർത്ത, വിശിഷ്ടകർത്ത വികർത്ത. ഇനി വിവിധം വാ, വിവിധം വാ, വിവിധം വാ കരോതി, വിവിധം വാ കരോതി, കരോതി ഇതി വികർത്ത. വിവിധം വാ കരോതി ഇതി വികർത്ത. വിവിധ രൂപത്തിൽ ചെയ്യുന്നവന് വികർത്താവാകുന്നു. ഭഗവാൻ വിഷ്ണു ഒരേ സമയം വിശിഷ്ട കർമ്മങ്ങൾ വിവിധ രൂപത്തിൽ ചെയ്യുന്നവനാണ്. അതിനാൽ അദ്ദേഹം വികർത്താവാകുന്നു. ഗഹന വിലോചനം ചെയ്യുക അഥവാ നിരീക്ഷണം ചെയ്യുന്നവൻ ഗഹന. അന്തരീക്ഷത്തിൽ സൂര്യൻ ഭൂമിയിലെ ചരാചരങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നവനാകയാൽ ഭഗവാൻ ഗഹന ആകുന്നു. ഗുഹ, അടുത്തത് ഗുഹ. തന്നെ സ്വയം ഭഗവാൻ പ്രപഞ്ചമെന്ന ലീലയിൽ മറച്ചവൻ. അപ്പോ ഉന്നതമായ ഭാവനയോടുകൂടി ഏതൊന്നും ചരാചരങ്ങളെയും സഞ്ചാരം ചെയ്യിപ്പിക്കുന്നുവോ ആ ഭഗവാൻ ലോകത്തെ ഉണ്ടാക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്തില് ഗർഭസ്വരൂപത്തിലിരിക്കുന്നവനെ പോലെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഉദ്ഭവ ക്ഷോഭണ ദേവ ശ്രീഗർഭ എന്ന വാക്കിന്റെ ഒറ്റ. ഉന്നതമായ ഭാവനയോടുകൂടി ഈ സർവചരാചരങ്ങളെയും സഞ്ചാലനം ചെയ്യിപ്പിക്കുന്ന, ലോകത്തെ ഉണ്ടാക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന ഭഗവാൻ ഈ ലോകത്തിൽ തന്നെ ഗർഭസ്ഥ ശിശു അമ്മയിൽ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ഇരിക്കുന്നു. മനസ്സിലായോ? അതാണ് ഉദ്ഭവ ക്ഷോഭണ ദേവ ശ്രീ ഗർഭ എന്ന അത്രയും വാക്കിന്റെ അർത്ഥം. പിന്നെ എന്ന് പറയും, അദ്ദേഹം എല്ലാറ്റിനും മീതെ പരിമിതികൾക്ക് അതീതനായി നിലകൊള്ളുന്ന ഉത്കൃഷ്ട ശോഭയാണ്. ആ ശോഭയുടെ അടുത്ത് മറ്റ് ശോഭമാരൊന്നും വിളങ്ങുകയില്ല. ഭഗവാന്റെ ശോഭയാകുന്നു പരമമായ ശോഭ. കാരണം അദ്ദേഹം കരണം ആകുന്നു. അതായത്
കാരണം എന്ന പേരോട് കൂടിയവനാണ്. എന്താണ് കാരണം എന്ന ശബ്ദത്തിനർത്ഥം? ഈ കാണുന്ന പ്രപഞ്ചത്തെയും ഈ കാണുന്ന ചരാചരങ്ങളെയും ഈ കാണുന്ന എൻ്റെ ശരീരത്തെയും ഈ കാണുന്ന എൻ്റെ പ്രവൃത്തിയെയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭഗവാൻ ആകുന്നു. ആ ഭഗവാനാണ് എന്നെ കൊണ്ട് ഈ ക്രിയകളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം കാരണമാകുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം കർത്താവ് കൂടിയാണ്. കാരണം സ്വാതന്ത്ര്യത്തോടു കൂടി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്ന് മാത്രമല്ല, വിശിഷ്ടമായ കർമ്മങ്ങൾ വളരെ വിഭിന്നങ്ങളായ രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം വികർത്താവും കൂടെയാകുന്നു എന്ന് മാത്രമല്ല, ഈ കാണുന്ന നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും സൂര്യൻ എങ്ങനെ ഭൂമിയിലുള്ളതെല്ലാം നിരീക്ഷിക്കുന്നുവോ അതേപോലെ അദ്ദേഹത്തിന്റെ ബന്ധനത്തിൽ, ആകർഷണത്തിൽ നമ്മയൊക്കെയും ഭൂമിയെയും ബന്ധിപ്പിച്ച് വിലോചനം ചെയ്യുന്നവനാകയാൽ ഗഹനനാണ് എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചമാകുന്ന ലീലയിൽ തന്നെ മറച്ചിരിക്കുകയും ഭഗവാനെ നേരിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ കാണുന്ന പ്രപഞ്ചത്തെ കാണാൻ പറ്റും. ആ പ്രപഞ്ചത്തിന് അകത്ത് ആരെയും കാണാൻ പറ്റും, നമുക്ക് ഭഗവാനെയും കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഗുഹനാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനതോ ധ്രുവ പരർത്ഥി പരമ സ്പഷ്ട തുഷ്ട പുഷ്ടശുഭക്ഷണ എന്ന ഭാവത്തിലേക്ക് കടക്കണം.